ഹലോ, ഗുഡ് മോർണിംഗ്. സുപ്രഭാതം. അതിമനോഹരമായ ഒരു സുപ്രഭാതം കൂടി ഇതാ വളരെ ഭംഗിയായിട്ട് ഇതാ പൊട്ടിവിടുന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ പുലർക്കാല കാഴ്ച എന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. ഇന്ന് സൂര്യൻ അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയിട്ടുള്ള ദിവസമാണ്. സാധാരണ വ്യാഴം വെള്ളിയിലേക്ക് വരുമ്പോൾ വെള്ളി ശുക്രനിലേക്ക് പോകുന്നൊരു ദിവസമാണ്. എന്താണ് ഇന്ന് അതിനെക്കുറിച്ച് പ്രശസ്ത ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള ഉമേർ പരത്തിങ്കൽ അദ്ദേഹം അതിനെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കും. എന്താണ് അത് വെച്ചാൽ നമ്മൾ നാളുകളെ ക്രമാതീതമായി തിട്ടപ്പെടുത്തുന്നതാണ് നമ്മുടെ ഈ ഗ്രഹങ്ങൾ. അതെ അതെ, ഓരോ ഗ്രഹത്തിനും അതിൻ്റെതായ വിഗ്രഹങ്ങളും മനുഷ്യന്റെ പിറവിയുമായി ബന്ധമുണ്ട്. ഇപ്പൊ സൂര്യനില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ചൊവ്വയിൽ ആരും പോവാത്തത്. ചൊവ്വയിൽ സൂര്യനില്ല, അവിടെ ചൊവ്വ മാത്രമേ ഉള്ളൂ. അത് മാറ്റപ്പെടുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായ ഭക്ഷണ രീതികളിൽ മാറ്റം വരുന്നത്. ഇപ്പൊ നമ്മൾ എത്ര എക്സസൈസ് ചെയ്താലും നമ്മുടെ ഭക്ഷണമാണ് നമ്മൾ ക്രമീകരിക്കേണ്ടത്. സൂര്യന്റെ ഇളം ചൂട് രാവിലെ തട്ടണം. അപ്പൊ നമ്മൾ കാലത്ത് എന്ത് ഭക്ഷണമാണ് സാറേ നമ്മൾ കഴിക്കുന്നത്? കാലത്ത് ഞാനിപ്പോ ചെറുപയർ വെള്ളത്തിട്ട് വെച്ചിരിക്കാൻ, അത് മുളച്ചിട്ട് ചെടിയാവും എന്നിട്ടതാ പറയാലോചിക്കും. അപ്പോ അങ്ങനെ ഓരോ സസ്യങ്ങളെ അതായത് നമ്മള് വെറും പച്ചക്കറി കഴിക്കാനുള്ള ഒരു കൃഷിയുടെ പരിപാടി ഉണ്ടോ? അല്ലാതാണ് ചെറുപയർ വളർത്തിട്ട് അല്ല, കൃഷിയല്ല. നമ്മൾ ശരീരം നോക്കണം. ഇന്ന് മീനും ഇറച്ചി ഇത് മാത്രം കഴിക്കരുത്. അപ്പൊ സൂര്യന്റെ ചൂട് ഏൽക്കണം. ചന്ദ്രൻ വരുമ്പോഴേക്ക് നമ്മൾ ഉറങ്ങണം. ചന്ദ്രൻ വരാൻ ലേറ്റ് ആവോ? അല്ല, പരണ്ടര അടുപ്പിക്കും. അതാ ചന്ദ്രന്റെ. അല്ല, ചന്ദ്രനായിട്ട് എന്താ പ്രശ്നം? ചന്ദ്രൻ അടുപ്പിക്കുവേ വരുമ്പത്തിന് കിടന്നു. വിഷയത്തിന് തെന്നി മറന്നു. അതുപോലെ ഉച്ചക്ക് നമ്മൾ ഒരു ബൗള് ചോറാണ് കഴിക്കാവൂ. ഒരു ബോളും ചോറും? ബോളല്ല, ഒരു ബൗള്. അപ്പൊ ഞാനൊക്കെ ഒരു ബോളാണ് കഴിക്കണേ. ബോള് കഴിക്കും, ഭക്ഷണം ചോറ് കഴിക്കില്ല. ചോറ് കഴിക്കുന്നില്ല. അപ്പൊ അതിലെ വ്യത്യാസമാണ് ഇങ്ങനെ ആയത്. ഇപ്പോ ഞാൻ വന്നത് നല്ല മാറ്റമുണ്ട്. അതുപോലെ ഇത് കണ്ട് ശംഷുവും അതുപോലെ തന്നെ ശംഷു വരുന്നില്ല. ശംഷു ഇതിനൊക്കെ ട്രെയിനിങ് തരാൻ യോഗ്യത ഉള്ള, ചൊവ്വയിലടക്കം പോയിട്ടില്ല. ശംഷുവിന് ഒരു ക്ലാരിഫിക്കേഷനും ഇല്ല. ചൊവ്വയിലടക്കം പോയിട്ടുള്ള ആളാണ് ശംഷു. അതെ അതെ അതെ. അപ്പൊ ഓക്കെ പ്രിയമുള്ളവരെ, നാളെ വീണ്ടും വെറുപ്പിക്കുന്നതുവരേക്കും ഗുഡ് നൈറ്റ്, ബൈ.